ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളൻചക്ക ഉപയോഗിച്ചിട്ടുള്ള വറുത്തരച്ചുള്ള കറിയാണ്. അപ്പോൾ ഗൈസ്, മുള്ളൻചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിചാരിച്ച പോലെയല്ല, നല്ല പാടാണ്. അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള മുള്ളൻചക്ക, വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, അതിലേക്കുള്ള പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിയിലേക്ക് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക്. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മുള്ളൻചക്ക വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മുള്ളൻചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് കറിയിലേക്ക് ആവശ്യമുള്ള തേങ്ങ നമുക്ക് വറുത്തരച്ചെടുക്കണം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, കറിവേപ്പില, അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കാം. ഇനി ആവശ്യത്തിന് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇതേ നമ്മുടെ മുള്ളൻചക്ക ഏകദേശം പകുതി വെന്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ചൂടായ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിനിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്കിനി തിളച്ച കറിയിലോട്ട് ഇതൊഴിച്ച് നല്ലപോലെ ഇളക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.